സച്ചിയുടെയും രേവതിയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആമി വന്നതിന് ശേഷം വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാണ് കേട്ടോ. ശ്രുതിക്കുമെതിരെയാണല്ലോ നീലിമ നമ്മുടെ ആമിയെ പറഞ്ഞു വിട്ടത്. എന്നാൽ ഇതൊന്നും അറിയാതെ സച്ചിയും രേവതിയും ബാക്കി എല്ലാവരും ആമിയെ സ്വന്തമായിട്ട് തന്നെ കരുതുന്നുണ്ട്. പക്ഷെ ആമിയുടെ മനസ്സ് നിറയെ ഈ ശ്രുതിയും അടിച്ചു മാറ്റിയ പൈസയിലായിരുന്നു കേട്ടോ അവളുടെ കണ്ണ്. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരു വഴിക്ക് കിടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിലും തിരികെ വരുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് കുറേ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ നാട്ടിൽ പോയിരിക്കുകയാണല്ലോ. നാട്ടിൽ നിന്ന് അച്ഛമ്മയാണെങ്കിൽ രേവതി വിളിക്കുന്നുണ്ട്. അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് മോക്ക്, സുഖമായോ എന്നൊക്കെ ചോദിക്കുമ്പം ഇപ്പൊ കുഴപ്പമില്ല, അമ്മ വന്നിട്ടുണ്ടല്ലോ, ഇപ്പൊ എല്ലാ ജോലിയും അമ്മയാ ചെയ്യുന്നതെന്ന് പറയാണ്. അപ്പോ അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ആ ശ്രുതി ഇപ്പോ ഒരു ജോലിയും ചെയ്യാറില്ലേ എന്ന് പറയുമ്പോ അത് പിന്നെ അമ്മ വന്നേ പിന്നെ അവൾ അങ്ങനൊന്നും ചെയ്യാറില്ല എന്ന് പറയാണ്. ആഹാ, എങ്കിലേ അവൾക്ക് അങ്ങനെ തന്നെ വേണം, ചന്ദ്രൻ അനുഭവിക്കട്ടെ. ഇത്രയും കാലം അവളെ കൊണ്ട് ഒന്നും ചെയ്യിക്കാതെ അവളെ എങ്ങനെ വഷളാക്കിയത് ചന്ദ്രയില്ലേ, അതുകൊണ്ടേ കുറച്ചു ദിവസം അവൾ കിടന്ന് പാടുപെടട്ടെ എന്നും പറയാണ്. രേവതി പറയുന്നുണ്ട്, അല്ലച്ചമ്മേ, അച്ഛമ്മീനി എപ്പോഴാ വരുന്നത് എന്നെ കാണാനായിട്ട്? അച്ഛമ്മേ എന്നെ വന്ന് നോക്കിയത് കൊണ്ട് അത്രയും ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ സ്വന്തം അമ്മ എന്നെ നോക്കിയ പോലെ ഒരു ഫീലായിരുന്നു എനിക്ക്. അതുകൊണ്ട് അച്ഛമ്മ ഇനി എപ്പോഴാ വരുന്നേ എന്ന് ചോദിക്കാണ്. പാടത്ത് കുറച്ച് പണി കൂടി ഉണ്ട് മോളെ, നിനക്കറിയാലോ, ഞാനിവിടെ നേരിട്ട് വന്നില്ലെങ്കിലേ ഇവിടെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലാവും. ഇതാണ് എൻ്റെ ജീവനും ശ്വാസവും. കുഞ്ഞുനാൾ മുതലേ ഇതെല്ലാം കണ്ടല്ലേ ഞാൻ വളർന്നത്. ആ സിറ്റിയിലേക്ക് വന്ന് അവിടുത്തെ ലൈഫൊന്നും എനിക്ക് പിടിക്കില്ല. പിന്നെ എൻ്റെ മോളെ കാണാൻ വേണ്ടിയും നിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാ അച്ഛമ്മ അങ്ങോട്ടേക്ക് ഓടി വന്നത്. എന്തായാലും ഉടനെ ഞാൻ വരുന്നുണ്ട്. വരുമ്പോളേ മോക്ക് വലിയൊരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ എന്ന് പറയാണ്. എന്താ അച്ഛമ്മ എനിക്ക് സർപ്രൈസ് എന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മ ഫോൺ കിട്ടാക്കാണ്. ഈ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ രേവതി വിളിച്ചത്? അല്ല അച്ഛമ്മ വിളിച്ചതാണ്. പാടത്ത് കുറച്ച് പണിയുണ്ട്, 3-4 ദിവസത്തിനുള്ളിൽ അച്ഛമ്മ വരാന്നാ പറഞ്ഞത്. ആണോ? അല്ല അച്ഛമ്മയ്ക്ക് നിന്നെ പിരിഞ്ഞു പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ അത്രയ്ക്ക് തിരക്കായതുകൊണ്ടാ. നിനക്കറിയാലോ അച്ഛമ്മയുടെ കാര്യങ്ങള്. പാടവും പറമ്പും ആ ഗ്രാമവും വീടും ഒക്കെയാ അച്ഛമ്മയുടെ സ്വർഗം. ഈ പട്ടണത്തിലൊന്നും വന്നാല് അച്ഛമ്മ നിൽക്കില്ല എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട്, എനിക്കും അതൊക്കെ സച്ചിയേട്ടാ ഇഷ്ടം. എന്ത് രസമല്ലേ അവിടെ പോയി നിൽക്കാനൊക്കെ, എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാ. കുളവും കാവും അമ്പലവും അതുപോലെ നല്ല നല്ല മനുഷ്യരും പാടങ്ങളും അതൊക്കെ കാണുമ്പോഴേ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിങ്സാ അല്ലേ സച്ചിയേട്ടാ എന്ന് ചോദിക്കാണ്. അല്ല നിനക്ക് അങ്ങോട്ടേക്ക് പോണോ? എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ വയ്യാത്ത കാലം കൊണ്ടോ? അതിനിപ്പോ എന്താ, വയ്യാത്ത കാലം കൊണ്ട് നമ്മൾ നടന്നല്ലോ അത്രയും ദൂരം പോകാൻ പോണത്, വണ്ടിയല്ലേ എന്ന് ചോദിക്കാണ്. ഇപ്പഴാണെങ്കിലേ അമ്മയാണെങ്കില് നിന്നെ നോക്കുന്നതിന് പ്രാഗി നേർന്നുകൊണ്ടല്ലേ നോക്കുന്നത്. അതും ഒഴിവാക്കാം. 3-4 ദിവസം കഴിയുമ്പോ അച്ഛമ്മ ഇങ്ങോട്ട് വരാനിരിക്കല്ലേ, നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് 3-4 ദിവസം അച്ഛമ്മയോട് അടിച്ചു പൊളിച്ച് നിൽക്കാം. എന്നിട്ട് തിരിച്ചു വരുമ്പോ അച്ഛമ്മയും കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറയുമ്പോ അത് ശരിയാ, എങ്കിലേ നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി താഴേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി ഇരിക്കായിരിക്കും. എന്നിട്ട് പറയാണ്, ഞാനും രേവതിയും കൂടി അച്ഛമ്മയടുത്ത് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ആരെങ്കിലും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. രവി പറയുന്നുണ്ട്, എടാ ഞാൻ വരുന്നുണ്ട്, എന്തായാലും എനിക്കിവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഞാൻ വരുവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയും പറയുന്നുണ്ട്, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളുടെ ഷോറൂം അങ്ങനെ 3-4 ദിവസം അടച്ചിടാനൊന്നും പറ്റില്ല, ഞങ്ങൾ വലിയ ബിസിനസ്സുകാരാ, നിങ്ങളെപ്പോലെ വണ്ടി ഓടിക്കുന്നല്ലോ എന്ന് പറയുമ്പോ ഓ ആയിക്കോട്ടെ മുതലാളി എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ വർഷയോടും ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോ ശ്രീകാന്ത് പറയാണ്, അയ്യോ ഏട്ടാ എനിക്ക് അവിടെ നിന്ന് ഒഴിവാകാനൊന്നും പറ്റില്ല. വർഷ പറയുന്നുണ്ട്, അത് സച്ചേട്ടാ ഡബിങ് സ്റ്റുഡിയോയിലാണെങ്കിലും ഇപ്പൊ നല്ല തിരക്കാ, ഞാനിപ്പോ 3-4 ദിവസത്തിനൊന്നും ഒഴിവാകുന്ന കാര്യം പാടാ. വണ്ടയൊക്കെ ആണെങ്കിൽ ഒന്ന് അടിച്ചു പൊളിക്കായിരുന്നു. ആ ഗ്രാമവും ആ ചുറ്റുപാടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാ, പക്ഷെങ്കില് വരണമെന്ന് ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യാനാ എന്ന് പറയാണ്. അല്ല അമ്മയോട് നീ ചോദിക്കണ്ടല്ലോ, അമ്മ വരുന്നില്ലായിരിക്കുമല്ലോ അല്ലേ എന്ന് പറയുമ്പോഴാണ് കേട്ടോ, ഞാനെങ്ങും ഇല്ല, ഇനി നിന്റെ അച്ഛമ്മയുടെ വായന കേൾക്കാനേ എന്നെ കൊണ്ട് വയ്യ എന്ന് പറയുന്നുണ്ട്. അല്ല ഈ വയ്യാത്ത കാലം കൊണ്ടിരിക്കുന്നവളെയാണോ നീ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോണത്? സച്ചി പറഞ്ഞിട്ട് അവൾ വണ്ടിയിൽ ഇരുന്ന് വന്നോളും. അത് മാത്രമല്ല
ഇത്രയും ദിവസം അവൾ ഈ പെരയ്ക്കകത്ത് തന്നെ ഒരുമാതിരി മൂടിയായിട്ടിരിക്കുകയല്ലായിരുന്നോ? ഇനിയിപ്പോ അവിടെ പോയിട്ട് കുറച്ച് ശുദ്ധവായുവൊക്കെ ശ്വസിക്കട്ടെ, അവക്കും കുറച്ച് ആശ്വാസമാകുമെന്ന് പറയുമ്പോൾ രവി പറയാണ്, അത് ശരിയമ്മാണ് നീ പറഞ്ഞത്, അവക്ക് കുറച്ച് റിലാക്സേഷനൊക്കെ വേണ്ടേ എന്നും ചോദിക്കാണ്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി പോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നതിന് കേട്ടോ. അല്ല, അച്ഛമ്മയോട് പറഞ്ഞോ നിങ്ങൾ അങ്ങോട്ടേക്ക് വരുന്ന കാര്യം? ഇല്ല വർഷേ, പറഞ്ഞിട്ടില്ല. അച്ഛമ്മീന്ന് രാവിലെ വിളിച്ചപ്പോഴാ ഞങ്ങൾക്ക് തോന്നിയത് ഒന്ന് പോയിട്ട് വന്നാലോ എന്ന്. 4-5 ദിവസം കഴിയുമ്പം അച്ഛമ്മ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ആ കൂടെ ഞങ്ങളും തിരിച്ചു വരാം എന്ന് ഓർത്താണ് ഇന്ന് പറയുന്നുണ്ട്. അല്ല സച്ചിയേട്ടാ, ഈ 3-4 ദിവസമൊക്കെ വണ്ടി ഓടിക്കാതിരുന്നാല് നമ്മുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല, നിന്റെ സന്തോഷം അതാണിപ്പോൾ എനിക്ക് വലുത്. അത് മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ ഇവിടെ തന്നെയല്ലേ, എന്ന് ഓട്ടവും പ്രശ്നങ്ങളും ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കല്ലേ, ഇടയ്ക്കൊക്കെ ഇതുപോലെ റിലാക്സേഷൻ വേണ്ടേ എന്നും സച്ചി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ സാധനങ്ങളെല്ലാം ഇവരെല്ലാം എടുത്ത് പാക്ക് ചെയ്യാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ വീൽ ചെയർ എല്ലാം എടുത്ത് അകത്ത് വെക്കുന്നുണ്ട്. അവളെയും എടുത്ത് കാറിലിരുത്താണ് കേട്ടോ. അതേ സമയത്ത് തന്നെ രവി ആണെങ്കിലും അവൻ്റെ ലഗേജും സാധനങ്ങളെല്ലാം ആയിട്ട് അദ്ദേഹവും അവരുടെ കൂടെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ വർഷയും ശ്രീകാന്തും എല്ലാവരും കൂടി അവരെ യാത്രയേക്കാണ് കേട്ടോ. അങ്ങനെ ഇവർ പോകുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഹോ സമാധാനമായി, അവൾ ഇവിടുന്ന് പോയപ്പോൾ തന്നെ എന്തൊരാശ്വാസം, വീടിനകത്തൊക്കെ ഒരു പ്രകാശം വന്ന പോലായി. അപ്പോഴേക്കും വർഷ ചോദിക്കുകയാണ്, ആൻറ്റി എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? രേവശിച്ച് ഉണ്ടായിരുന്നപ്പോൾ ഈ വീടിന് എന്തൊരു ഐശ്വര്യമായിരുന്നറിയോ? അതൊന്നും ആൻറ്റിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. രാവിലെ എണീച്ചപ്പോൾ മുറ്റത്ത് കോലം വരച്ച് വിളക്കൊക്കെ കൊളുത്തി എന്ത് രസമായിരുന്നു ചേച്ചി രാവിലെ ഇവിടെ എഴുന്നേക്കുമ്പോൾ കാണാനായിട്ട്. ഇപ്പോഴും കണ്ടച്ചാകണം മതിയല്ലോ. രേവതി ചേച്ചി എന്തുമാത്രം ജോലി ചെയ്തേന്ന് ചേച്ചി ഈ ആക്സിഡന്റിനെ പറ്റി കിടന്ന സമയത്തെ ഞാൻ നന്നായിട്ട് അറിഞ്ഞതാ. ഇപ്പം അത് ആൻറ്റി അറിയുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കാണ്. ഇങ്ങോട്ടേക്ക് തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ചേച്ചി ഉണ്ടാക്കുന്ന ചായയും അതിൻ്റെ കൂടെയുള്ള സ്നാക്സും പിന്നെ സന്ധ്യയ്ക്ക് കൊടുക്കുന്ന ആ നിലവിളക്കും എല്ലാം ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലാതായിട്ട് എത്ര ആഴ്ചയായി. എന്നിട്ട് പോലും ചേച്ചിയുടെ മഹത്വമൊന്നും ആൻറ്റിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആൻറ്റിയുടെ കണ്ണിലെ എപ്പോഴും തിമിരം ബാധിച്ചിരിക്കുക എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോവാണ്. ഡാ കേട്ടോളാം നിന്റെ ഭാര്യ പറഞ്ഞത്. ഭാര്യ പറയുമ്പോൾ അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒരു വാക്ക് നിനക്ക് എതിർത്ത് പറഞ്ഞൂടെ? ശ്രീകാന്ത് ചോദിക്കാണ്. അതിനവള് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ, അവള് ന്യായമായ കാര്യം തന്നെയാ പറഞ്ഞത്. രേവതി ചേച്ചി എങ്കിൽ ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു സമാധാനം കിട്ടില്ല. രേവതി ചേച്ചിയെ എന്ത് പാവാ, അതൊക്കെ ഇവിടെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അമ്മയ്ക്കും അമ്മയുടേത് ഈ മോനും മരുമോൾക്കും മാത്രം അത് മനസ്സിലാവാത്തത്. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും രേവതിയെ വലിയ ഇഷ്ടമാണ്. 4-5 ദിവസം ഞങ്ങൾ ചേച്ചിനെ മിസ് ചെയ്യുക തന്നെ ചെയ്യും. പിന്നെ പറ്റാൽ അവർ വരുന്നതിന്റെ തലേദിവസം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും എന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് അകത്തേക്ക് കയറിപ്പോവാണ്. ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഇവരെ എല്ലാം അവളെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. കേട്ടില്ലേ, എല്ലാവരെയും ആൻറ്റിക്ക് നേരെ തിരിച്ചിരിക്കാം. സ്വന്തം ഭർത്താവ് പോലും ഇപ്പൊ ആനയുടെ വാക്ക് കേൾക്കുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി. സച്ചിയും അതുപോലെ അങ്കിളും ദാ ഇപ്പൊ വർഷയും ശ്രീകാന്തും എല്ലാവരും അവളുടെ പക്ഷമാണ്. എല്ലാവരെയും അവൾ ആനയുടെ വശം തിരിച്ചു നിർത്തിയേക്കാണ്. എന്തെങ്കിലും ഒരു സമയം വരുമ്പോഴേ ആൻറ്റിയെ അവരെല്ലാം കൂടെ ചവിട്ടി പുറത്താക്കും. അതതിന് സംഭവിക്കാൻ പോന്നേ. പക്ഷെങ്കിൽ ആൻറ്റിയുടെ കൂടെ ഈ ശ്രുതിയും എപ്പോഴും ഉണ്ടാവും എന്നും പറഞ്ഞ കയ്യിൽ പിടിക്കാണ്. അല്ല മോളെ, അവരെല്ലാരും പോയില്ലേ, അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, മോൾ എൻ്റെ കൂടെ ഒന്ന് വരുമോ? അയ്യോ ആൻറ്റി, എനിക്ക് തീരെ സമയമില്ല, പാർലറിലെ ആള് വെയിറ്റിങ്ങാ. അല്ലേ ശ്രുതി? അതെ 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 അമ്മേ, എനിക്കും പോണം, അവിടെ കസ്റ്റമേഴ്സ് ഒക്കെ വെയിറ്റിംഗ് ആയിരിക്കും. വാ ശ്രുതി, നമുക്ക് പെട്ടെന്ന് പോയി ഒരുങ്ങാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അകത്തേക്ക് പോവാണ്. അങ്ങനെ അകത്തേക്ക് പോയിട്ട് ശ്രുതിയും മുറിയിലേക്ക് കയറി തുള്ളി ചാടുന്നുണ്ട്. ഹോ സമാധാനമായി, ഇനി ഒരാഴ്ച നമുക്ക് ഏസിക്കകത്ത് ഈ മുറി കിടന്ന് സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങാം. ശ്രുതി പറയാണ്. അതെ, ഹോ എന്തൊരാശ്വാസം. 2-3 ആഴ്ച കഴിഞ്ഞിട്ട് നാശങ്ങൾ വന്നാൽ മതിയായിരുന്നല്ലേ ശ്രുതി? അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ അങ്ങ് കിടക്കായിരുന്നു. അവളുടെ കാല് ശരിയായതിനു ശേഷം വന്നാൽ മതിയായിരുന്നു. ഹാളിൽ കിടന്ന് മടുത്തു. എത്ര നാളെ എൻ്റെ സ്വന്തം കട്ടിലേം കിടന്നിട്ട് എന്നും പറഞ്ഞ് ശ്രുതി അതിൽ കിടന്ന് ചാടി തുള്ളി മറയുന്നുണ്ട്. ശ്രുതി നമുക്ക് പെട്ടെന്ന് പോകാം, അല്ലെ ആൻറ്റി എന്നെ കൊണ്ട് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കും, ഒന്ന് ഇറങ്ങി വന്നേ എന്നും പറഞ്ഞ് അവനെ കൂട്ടി പോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവരെല്ലാരും ഒരുങ്ങി പറക്കി പോകുന്നു കേട്ടോ.
അങ്ങനെ വർഷയും എല്ലാവരും അവനവൻ്റെ ജോലിക്കായിട്ട് പോകുന്നുണ്ട്. ഇതേ സമയം സച്ചിൻ, രേവതിയും രവിയും കൂടെ കൂടിയിട്ട് അവരും അച്ഛമ്മയുടെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ സച്ചിവർക്ക് കരിക്കൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 പേരും വളരെ എൻജോയ് ചെയ്താണ് ആ ഒരു ട്രിപ്പിന് പോകുന്നത്. ഭയങ്കര സന്തോഷത്തിൽ 3 പേരും പോവാണ്. അങ്ങനെ വൈകുന്നേരം ആണ് കേട്ടോ, ഏകദേശം സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു നാട്ടിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ അച്ഛമ്മയാണെങ്കിൽ പാടത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആ സന്ധ്യക്ക് ഇങ്ങനെ നിലവിളക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നാമം ജപിക്കാനൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പോകുമ്പോഴായിരിക്കും ഈ വണ്ടി വന്ന് കയറുന്നത്. അപ്പോഴേക്കും അച്ഛമ്മ എഴുന്നേക്കാണ്. ഈ ത്രിസന്ധിക്ക് ആരാ വന്നേ, സച്ചിമോന്റെ വണ്ടി പോലെ ഉണ്ടല്ലോ എന്ന് മനസ്സിലോർക്കാണ്. അപ്പോഴേക്കും സച്ചി ഡോർ തുറന്ന് അച്ഛമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. സച്ചി നീയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഓടി വന്ന് അച്ഛമ്മനെ പൊക്കിയെടുത്ത് വട്ടം കിടക്കാണ്. എടാ താഴെ നിർത്തടാ, ഞാൻ എങ്ങാനും വീണ എന്റെ നടു ഓടിയൂടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എൻ്റെ ആ സുന്ദരീനെ ഞാൻ വീഴ്ത്തോ എന്ന് ചോദിക്കാണ്. എടാ നീ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചതല്ലേ, എന്നിട്ടും ഒന്നും പറഞ്ഞില്ലല്ലോ, നീ തന്നെയാണോ വന്നേ, എന്താടാ വന്നേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും രവിയും കാറിൽ ഇറങ്ങുന്നുണ്ട്. ആഹാ ഇവനും ഉണ്ടായിരുന്നോ? അവര് മാത്രമല്ല ഒരാൾ കൂടിയുണ്ട്. ആരാടാ? രേവതി മോളാണോ? ആ വയ്യാത്ത കാലം കൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്തോടാ എന്ന് ചോദിക്കുമ്പം എൻ്റെ അമ്മേ അവൾക്ക് ഒരു കുഴപ്പമില്ല, ബാക്ക് സീറ്റില് കാലൊക്കെ നീട്ടി വെച്ച് നല്ല സുഖമായിട്ട് ഉറങ്ങിയ അവൾ ഇവിടം വരെ വന്നത് എന്ന് പറയാണ്. അച്ഛമ്മ കാറിനടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും രവിയും സച്ചിയും കൂടെ കൂടിയിട്ട് അവളെ അവിടെ നിന്നെടുത്ത് സീറ്റിൽ ഇരുത്തുന്നുണ്ട്. നമ്മുടെ ആ വെഹിക്കിളിൽ ഇരുത്താം കേട്ടോ. അങ്ങനെ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് അവളെ ഉരുട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അച്ഛമ്മ പറയാണ്, മോളെ കാലിന് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ, ഇത്രയും ദൂരമൊക്കെ വന്നതല്ലേ? ഒരു കുഴപ്പമില്ല അച്ഛമ്മേ, ഞാൻ ബാക്ക് സീറ്റിൽ കാലൊക്കെ നീട്ടി വെച്ച് വിശാലമായിട്ട് ഇരുന്നാ വന്നേ, എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഈ മണ്ണിന്റെ മണവും ഈ പാടമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാ. എന്ത് രസമാ അമ്മ ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ. മനസ്സിനിപ്പോ വല്ലാത്തൊരു ആശ്വാസം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ത്രിസന്ധി സമയത്താണ് വന്ന് കയറിയത്. എന്തായാലും ഐശ്വര്യം ആ 3 പേരും എന്നും പറഞ്ഞ് അച്ഛമ്മവരകത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 പേരും അകത്തേക്ക് കയറാണ്. അങ്ങനെ ഇവിടെ ഇരിക്കുക, 3 പേർക്ക് കുടിക്കാനായിട്ട് എന്തെങ്കിലും എടുക്കാന്ന് പറയുമ്പോൾ രവി പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞങ്ങളിപ്പോൾ അവിടുന്ന് ചായ കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ, കുറച്ചു നേരം കഴിയട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് അച്ഛമ്മയുടെ കൂടെ അവള് നാമമൊക്കെ ജപിക്കാൻ കേട്ടോ. പണ്ട് എൻ്റെ മുത്തശ്ശിയുടെ കൂടെ നിന്ന് ഇങ്ങനെ നാമം ജപിച്ചതാക്കിയ അച്ഛമ്മേ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എന്ന് പറയാണ്. ആഹാ കൊള്ളാലോ. അങ്ങനെ എല്ലാവരോടും എഴുന്നേറ്റ് അവിടെ ഇരിക്കുകയായിരിക്കും. ഈ സമയത്ത് അച്ഛമ്മയ്ക്ക് അവിടെ ഹെൽപ്പർ ഉണ്ട് കേട്ടോ. അവരപ്പോഴേക്കും ചോറും കറികളും എല്ലാം റെഡിയാക്കുന്നുണ്ട് അത്താഴത്തിനുള്ളത്. അങ്ങനെ എല്ലാം ടേബിളിൽ കൊണ്ട് നിരത്തി വെക്കുന്നുണ്ട്. അല്ല മോളെ, ഇപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ചന്ദ്ര വന്നതിന് ശേഷം ശ്രുതി ഒന്നും ചെയ്യുന്നില്ല അല്ലേ? രവി പറയാണ്. അല്ലെങ്കിൽ തന്നെ അവൾ ഒന്നും ചെയ്യാറില്ല. അച്ഛമ്മ പോയതിനു ശേഷം ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് കോലം വരയ്ക്കും, അത്ര തന്നെ. അത് മാത്രമല്ല അച്ഛമ്മ പോയതിനു ശേഷം ഞാനും ശ്രീകാന്തും വർഷയൊക്കെ ആയിരുന്നു, സച്ചിയായിരുന്നു അടുക്കളയിൽ. അവൾ ഒന്നും ചെയ്തിട്ടില്ല. ഓരോ അടവും കാണിച്ച് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, അത് തന്നെയായിരുന്നു പരിപാടി. പിന്നെ ആ ആമീനൊരു പെൺകുട്ടി വന്നല്ലോ, ആ സമയത്തും ഒരു ജോലിയും ചെയ്തിട്ടില്ല. ഞങ്ങൾ എല്ലാവരും കൂടി മാറിയും തിരിഞ്ഞൊക്കെ ഓരോരോ ജോലിയൊക്കെ ചെയ്യായിരുന്നു. എന്തായാലും ഇപ്പൊ ചന്ദ്ര വന്നുകൊണ്ട് അത്ര മനസ്സമാധാനമായി. വീട്ടിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ അച്ഛമ്മ അറിഞ്ഞില്ലെന്ന് ചോദിക്കാണ്. ആ എല്ലാം ഞാൻ അറിഞ്ഞു. നിന്റെ മോനും മരുമോളും ആ ശ്രുതിയും ഇത്രയ്ക്ക് കള്ളികളായി പോയല്ലോ രണ്ടെണ്ണോ. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇമാതിരി പണിയൊക്കെ കാണിച്ച് എങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു? അപാരം തന്നെ. ചന്ദ്രയുടെ അതേ സ്വഭാവമുള്ള മകനും അതിനൊത്തൊരു മരുമകളും എന്ന് അച്ഛമ്മ പറയാണ്. ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അവരെ തീർത്താൻ ഇനി ആർക്കും പറ്റില്ല എന്നും പറയുന്നുണ്ട്. സച്ചി പറയാണ്, ഇത്രയൊക്കെ കാണിച്ചാലും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം അവനോട് അച്ഛമ്മേ, എന്നെ ഒരു മകനെ പോലും അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ പറയാണ്, അതൊന്നും സാരില്ലടാ, അവളുടെ സ്വഭാവം നിനക്കറിയാലോ. നിന്നെ സ്നേഹിക്കാനേ ഈ അച്ഛമ്മയുണ്ട്, പിന്നെ നിന്റെ സ്വന്തം ഭാര്യയും. ഇത്രയും പേര് പോരെ നിന്നെ സ്നേഹിക്കാനായിട്ട്? നിന്റെ അച്ഛനാണെങ്കിലോ നിന്റെ ജീവനാ, അത് മതി. നിന്റെ അമ്മയെപ്പോലെ ഒരാളുടെ സ്നേഹം നിനക്ക് വേണ്ടെന്നങ്ങ് വെച്ചാൽ മതിയിടാ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും അത്താഴമൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം എല്ലാവരും ആ വാദപ്പടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയായിരിക്കും കേട്ടോ. രേവതി വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ നിലാവും വെളിച്ചമൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ അച്ഛമ്മേ. കേട്ടോ രേവതി, ഞാൻ ഇവിടെ ആയിരുന്നല്ലോ കുഞ്ഞുനാളിലൊക്കെ പഠിച്ചതൊക്കെ. എന്ത് രസമായിരുന്നറിയാവോ ഈ സ്ഥലം? രേവതി പറയാണ്, അറിയാം, ആമയുടെ കൂടെ നടന്ന സ്ഥലങ്ങളല്ലേ, പിന്നെ എങ്ങനെ ഓർക്കാതിരിക്കും? അപ്പോഴേക്ക് സച്ചിൻ മിണ്ടാതിരിക്കുകയാണ്. ആമയുടെ കൂടെയോ? എന്താ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. രവി പറയുന്നുണ്ട്, അല്ലമ്മേ ആമി അവിടെ വന്നിരുന്നല്ലോ,
അന്ന് മുതൽ തന്നെ രേവതി മോക്ക് അത്ര പിടിച്ചില്ല. സജീവായിട്ട് പഴയ കൂട്ടിനെ പുറത്ത് ആ കുട്ടി ഇപ്പൊ പരിഷ്കാര്യങ്ങളല്ലേ, അതുകൊണ്ട് അവന് തോളെ കയറുകയും കൂടാതെ നടക്കുകയും കറങ്ങിടക്കുകയൊക്കെ ചെയ്യുന്നു. രേവതി മോക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ടേ രേവതി മോക്ക് ആമിയെ കണ്ണിന് കണ്ടുകൂടായിരുന്നു എന്നൊക്കെ രവി പറയുന്നുണ്ട്. അത് പിന്നെ അങ്ങനൊന്നുമല്ല അച്ഛമ്മേ, സാധാരണ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എങ്ങനെ പെരുമാറുന്നത് അതുപോലെ വല്ലതാണോ ഇവര് കാണിക്കുന്നൊക്കെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, നീ എങ്ങനെ വിചാരിക്കുന്നത് വേണ്ട രേവതി, കാരണം ആമിയെ നല്ലവണ്ണം ഞങ്ങൾക്കറിയാം. അത് മാത്രമല്ല, ആമിയോടെ വന്ന കാര്യം എന്താണെന്നും നിങ്ങളെല്ലാം മനസ്സിലാക്കിയതല്ലേ. പിന്നെ സച്ചീവ് അവളും ചെറുപ്പകാലം തൊട്ടുള്ള കൂട്ടുകാരാ, ഭയങ്കര കൂട്ടുകാരായിരുന്നു, ചങ്കും കരളുമായിട്ട് നടന്നവരല്ലേ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊന്നും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്തെ ഇവർക്ക് ഒന്നിക്കായിരുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും മനസ്സിൽ സൗഹൃദം മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ ഇവർ രണ്ടുപേരും ഒന്നിക്കാഞ്ഞത് എന്ന് പറയാണ്. അതുകൊണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട. മോള് തടവേറല്ല ഇപ്പൊ ഈ സച്ചി. മോറുടനും ഇതുപോലെ തല്ലുള്ളിവായ സച്ചിയെ മോൾ ഇത്ര ആക്കി എടുത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും കിടക്കാനായിട്ട് അച്ഛമ്മ സ്ഥലങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവി പറയുന്നുണ്ട്, എന്തായാലും ശ്രുതിയും ഇന്ന് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഇനിയിപ്പോൾ അവരുടെ മുറി അവർക്ക് കിട്ടിയല്ലോ, അതുകൊണ്ട്. അതേടാ, അതെന്തായാലും ഉറപ്പല്ലേ. ഹോ, ഇതുപോലത്തെ 2 ജന്മങ്ങള് നിന്റെ ഭാര്യയ്ക്ക് പറ്റിയ ആൾക്കാർ തന്നെ അല്ലേടാ എന്ന് ചോദിക്കാണ്. അങ്ങനെ എല്ലാവരും കിടക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് രേവതി എന്നിട്ട് രേവതിനെ സച്ചിയോട് പറയാണ്, എങ്ങനെ സച്ചിയേട്ടാ ഇവിടൊക്കെ എന്ത് രസമല്ലേ, വന്ന് കയറിയപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാ. എല്ലാം മറന്ന് ഇതിലേക്കിടെ ഓടിച്ചേടി നടക്കാൻ തോന്നാണ്. ആ പട്ടണത്തിലെ ആ ജീവിതമൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ എന്ത് രസമായിട്ടാണ് ജീവിക്കുന്നതല്ലേ, ഇങ്ങോട്ടെങ്ങാനും വന്ന് ജീവിച്ചാലോ എന്ന് ചോദിക്കുമ്പം സച്ചി പറയാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേ രേവതി, നമുക്ക് ജീവിക്കണ്ടേ എന്ന് ചോദിക്കാണ്. അപ്പോ രേവതി പറയുന്നുണ്ട്, അതെന്താ ഇവിടെ ഉള്ളവരൊന്നും ജീവിക്കുകയല്ലേ ചെയ്യുന്നത്. അതൊക്കെ ശരിയാണ്, എങ്കിലും നിനക്കറിയാലോ അച്ഛന് അമ്മ ഇട്ടിട്ട് വരില്ല. അമ്മയാണെങ്കിലോ ഇവിടെ വന്ന് ജീവിക്കില്ലെന്ന് നിനക്കറിയുന്ന കാര്യമല്ലേ. അമ്മയുടെ വഴക്ക് ബഹളം കൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകേണ്ടി വന്നത് ചെറുപ്പകാലം തന്നെ. അതിനുശേഷം അച്ഛനും അമ്മയുടെ കൂടെ തന്നെയല്ലേ. അച്ഛനുള്ളതല്ലേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എൻ്റെ അച്ഛനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമെന്ന് നിനക്കറിയില്ലെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ എനിക്കറിയാം, എങ്കിലും ഇവിടെ ആകുമ്പോൾ നല്ല രസമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ, എന്തായാലും നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ എന്തൊരു തണുപ്പാ, എന്ത് രസമല്ലേ സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറങ്ങാതെ കിടക്കായിരിക്കും. അതെ, നീ കാറിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങിയതല്ലേ, ഞാൻ അങ്ങനല്ല, വണ്ടി ഓടിച്ച് ഞാൻ ക്ഷീണിച്ചു വന്നിരിക്കുകയാണ്, അതുകൊണ്ട് മിണ്ട കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ ആവാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ വന്ന് ശ്രുതിനെ വാതിൽ മുട്ടുന്നുണ്ട്. അപ്പൊ ശ്രുതി പോയി കഥ തുറക്കാണ്. എന്താ ആൻറ്റി, 7 മണിയല്ലേ സമയമായുള്ളൂ, എന്തിനാ ഇപ്പൊ വിളിച്ചേ? അയ്യോ മോളെ, 7 മണിയായില്ലേ, നിങ്ങൾക്ക് ഓഫീസിലേക്ക് പോകേണ്ടതല്ലേ, അതിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണ്ടേ. ആൻറ്റി പോയി റെഡിയാക്കിയിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ എപ്പോഴേക്കും കുളി കഴിഞ്ഞിട്ട് വരാം. അയ്യോ മോളെ അങ്ങനെ പറയല്ലേ, മോളോട് വന്ന് ആൻറ്റി ഒന്ന് സഹായിക്കുകയെന്ന് പറയാണ്. ആൻറ്റിക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, വർഷയുണ്ടല്ലോ അവിടെ, അവളെ പോയി വിളിക്ക് എന്നും പറഞ്ഞിട്ട് വാവിൽ കൊട്ടി കിടക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് കേട്ടോ. കാരണം ഇത്രയും കാലം ഒന്നും അറിയണ്ടായിരുന്നല്ലോ. എണീച്ചിരുമ്പോഴേക്കും രേവതി ചായയും ബ്രേക്ക്ഫാസ്റ്റിലും റെഡിയാക്കി വെക്കുമായിരുന്നല്ലോ. എന്തായാലും ഇച്ചിരി അനുഭവിക്കട്ടല്ലേ. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ വിഷമിച്ച് അടുക്കളയിട്ട് പോവായിരിക്കും. അപ്പോഴേക്കും വർഷ ശ്രീകാന്തിന് ഇറങ്ങി വരുന്നുണ്ട്. ആ വർഷ ചോദിക്കുകയാണ്, ആൻറ്റി ശ്രീകാന്ത് എന്നെ കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. ആണോ മോളെ, ഒത്തിരി നന്ദിയുണ്ട്, ഞാൻ പോയി ശ്രുതിയെ വിളിച്ചപ്പോഴേ അവൾ ഒന്നും സഹായിച്ചില്ല. സാറില്ല ആൻറ്റി, പാത്രമൊക്കെ കഴുകാനുള്ളതൊക്കെ ഞാൻ സഹായിക്കാം. ആൻറ്റി അപ്പോഴേക്കും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തോ, അതൊന്നും ചെയ്യാൻ എനിക്കറിയില്ല, അതുകൊണ്ട് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യാം. പക്ഷേങ്കിൽ 8:30 എനിക്ക് പോകേണ്ടതാ, അതുകൊണ്ട് അത്രയും ചെയ്യുള്ളൂ കേട്ടോ എന്ന് പറയുമ്പോൾ, അത് സാറില്ല മോളെ, അത്രയും മാത്രം ചെയ്താൽ മതി, വൈകിട്ടത്തെ പാത്രം പോലെ കിടക്കുക, എനിക്ക് നടു ഒടിയുവാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീകാന്തും അടുക്കളയിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ പച്ചക്കറി എല്ലാം അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അത് അവർ കറിയാക്കുന്നുണ്ട്. വർഷയാണെങ്കിൽ അവിടെ നിന്ന് ആ പ്ലേറ്റ്സും പാത്രങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കുന്നുണ്ട്. വർഷയും ശ്രീകാന്തും അതുപോലെ ചന്ദ്രയും കൂടിയിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരിക്കും കേട്ടോ. അപ്പോഴേക്കും ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ട് ശ്രുതിയും കൂടെ കൂടിയിട്ട്, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ, എന്നിട്ടെന്താ ആൻറ്റി എന്നെ വിളിക്കാഞ്ഞത്?
ചന്ദ്ര പറയുന്നുണ്ട്. ഓ, ഞാൻ വന്ന് വിളിച്ചപ്പോ എന്റെ അഹങ്കാരം നിനക്ക്. നീ കഥ കൊട്ടിയടച്ചില്ലേ? ദേ വർഷമോളെ കണ്ടോ? രാവിലെ എണീറ്റൊന്ന് അവളുണ്ടെന്ന് പാത്രം എല്ലാം കഴുകി. ശ്രീകാന്ത് ആണല്ലോ അതെല്ലാം കട്ട് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാ അവരൊന്നും ഇത് കഴിക്കുന്നത്. നീ പിന്നെ ഒരു പണിയും ചെയ്യില്ലല്ലോ. നിന്റെ ഭർത്താവിന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. രണ്ടെണ്ണം കഴിക്കാറാകുമ്പോഴേക്കും ഇങ്ങോട്ട് വന്നേക്കും എന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെ എനിക്കിപ്പോ നിങ്ങളുടെ ആഹാരമൊന്നും വേണ്ട, ഇങ്ങോട്ട് വാ ശ്രുതി, നമുക്ക് പുറത്തേക്ക് കഴിക്കാം എന്നും പറഞ്ഞ് അവനെ പിടിച്ച് വലിച്ചുകൊണ്ടങ്ങ് പോവാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഓ അവര് കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട, നിങ്ങൾ കഴിക്കും മക്കളെ എന്നും പറയാൻ കേട്ടോ. അങ്ങനെ അവർ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരുങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രനാണെങ്കിൽ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുകയായിരിക്കും കേട്ടോ. ഓ, എന്തോരം പണി കിടക്കാണ്. ഇനി എല്ലാവരും മുറിയെല്ലാം ക്ലീൻ ചെയ്യണം, ടോയ്ലറ്റ് സഹിതം കഴുകണം, എല്ലാവരുടെയും പാത്രങ്ങൾ മുഴുവനും ഇനിയുള്ളതെല്ലാം കഴുകണം, ഉച്ചയ്ക്കുള്ള ലഞ്ച് കാലാക്കണം, അതുപോലെ അതിനുള്ള കറികൾ, തുണി അലക്കി വിരിക്കണം, ഈ പെരയെല്ലാം തുടയ്ക്കണം, മിറ്റം തൂക്കണം. ഓ എൻ്റെ ഈശ്വര, എന്തോരം പണികളാ എന്നിങ്ങനെ അവൾ ആലോചിക്കുകയാണ്. ഇതൊക്കെ ഓർത്തിട്ട് എനിക്ക് ബോധം കിട്ടുന്ന പോലെ തോന്നുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ അപ്പോൾ തന്നെ ബാമയെ വിളിക്കുന്നുണ്ട് കേട്ടോ. ബാമയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഞാൻ മടുത്തു. ആ ശ്രുതിയാണെങ്കിൽ ഒന്നും ചെയ്യാതെ പോയി, പിന്നെ മറ്റേതാണെങ്കിൽ ഒന്നും ചെയ്യാനറിയില്ല, എങ്കിലും കുറച്ച് പാത്രം ഉണ്ടായിരുന്നത് കഴുകി തന്നിട്ട് പോയി. പക്ഷെ എന്ത് ചെയ്യാനാ, കാപ്പിപ്പറടി കഴിഞ്ഞപ്പോൾ വീണ്ടും പാത്രമായി. ഈ വീട് മുഴുവനും ഒരു ഇന്ന പണിയാ, എനിക്ക് വയ്യ ബാമേ എന്ന് പറയാണ്. ചേച്ചി, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, പണ്ടും ചേച്ചിനല്ലേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, രേവതി വരുന്നത് വരെ. ഇപ്പോഴല്ലേ ചേച്ചിക്ക് മടി പിടിച്ചു പോയത്, പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ശീലിച്ചോ. രേവതിക്ക് ഇവിടെ എന്തുമാത്രം ജോലിയുണ്ടെന്നേ ഇപ്പോഴെങ്കിലും ചേച്ചിക്ക് മനസ്സിലായില്ലേ. പണ്ടേ ചേച്ചിക്ക് 2 ആമക്കളെയും ചേച്ചിയുടെ ഭർത്താവിനെയും കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ രേവതി ഇപ്പം അങ്ങനല്ല. അവളുടെ സഹിതം 3 ഭർത്താക്കന്മാര്, അവരുടെ ഭാര്യമാര്, പിന്നെ അച്ഛനും അമ്മയും, ഇത്രയും പേരെ കാര്യങ്ങള് ആ പാവം പെൺകുട്ടി ഒറ്റയ്ക്കല്ലേ നോക്കുന്നത്. ആ വീട് മുഴുവനും അവളെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി, അതിലെ ഫർണിച്ചർ പോലും അവൾ തുണി കൊണ്ട് തുടച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീട് മുഴുവനും ക്ലീൻ ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാപ്പി, അതുപോലെ ചോറ്, വൈകുന്നേരം ആണെങ്കിലോ നിങ്ങൾക്ക് ഓർത്തെടുക്കും എന്തൊക്കെ അഭിപ്രായങ്ങളാ. ശ്രുതി ആണെങ്കിലോ ദോശ മതിയെന്ന് പറയും. അപ്പൊ ശ്രുതി വന്നിട്ട് അടുത്തത്. അങ്ങനെ ഓരോരുത്തരും ഹോട്ടലിൽ ഓർഡർ ചെയ്യുന്ന പോലെയല്ലേ ഓർഡർ ചെയ്യുന്നത്. അപ്പോഴൊന്നും ആർക്കൊന്നും അറിയില്ലായിരുന്നല്ലോ, ഇപ്പോഴേ അനുഭവിക്ക് എന്ന് പറയാണ്. എന്നിട്ട് ബാമ ഫോൺ കട്ടാക്കുന്നുണ്ട്. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ ജോലി ചെയ്യാൻ ആരംഭിക്കാൻ കേട്ടോ. ഏത് മടുക്കുന്നുണ്ട്. വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്കും അവർ നടുപോലും അനങ്ങാൻ വയ്യാതെ വേർത്ത് കുളിച്ച് സോഫയിലോട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ ഈശ്വര, 4 മണിയായി, ഇതുവരെ ആഹാരം പോലും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയിട്ട് ചോറും കറിയൊക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ. ഓ, ഇനിയിപ്പോൾ 5 മിനിറ്റെങ്കിലും കിടന്നുറങ്ങണം എന്നും പറഞ്ഞിട്ട് അവർ നേരെ മുറിയിലേക്ക് പോയിട്ട് കിടന്നുറങ്ങാണ്. 6 മണിയാകുമ്പോഴേക്കും വർഷയും ശ്രീകാന്തും വന്ന് ബെല്ലടിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര ചാടി എഴുന്നേക്കുന്നുണ്ട്. വന്ന് കഥ തുറക്കാണ്. ആഹാ, ആൻറ്റി ഉറക്കായിരുന്നോ? എന്തു പറ്റി ആൻറ്റി, കുളിച്ചൊന്നും ഇല്ലേ? എന്തൊരു കോലം പോലെ. എൻ്റെ വർഷമോളെ ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ഞാൻ മടുത്തു. ഞാനേ അറിയാതെ കിടന്ന് ഉറങ്ങിപ്പോയതാ. ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാട്ടോ എന്ന് പറയാണ്. ശരി ആൻറ്റി പോയിക്കോ, ഞാനപ്പോഴേക്കും ചായയൊക്കെ റെഡിയാക്കാം എന്നും പറഞ്ഞ് വർഷ നേരെ പോയിട്ട് ചായയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ചന്ദ്രനാണെങ്കിൽ പോയി കുളിച്ചിട്ട് വരാണ്. ഓ എൻ്റെ മോളെ, ഇപ്പോഴൊരു ആശ്വാസമായത്, നടുവെല്ലാം പൊട്ടിപ്പോന്നു. ഈ വീട്ടിലെ ജോലി മൊത്തം ചെയ്ത് ഞാൻ മടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വർഷ ചോദിക്കുകയാണ്, ആൻറ്റി ഞങ്ങൾ ആദ്യം കുറച്ചെങ്കിലും സഹായിക്കുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, ഇപ്പം ഇവിടെ അച്ഛനും രേവചേച്ചിയും സച്ചിയേട്ടനും ഇല്ല, അത്രയും പേരുടെ കുറഞ്ഞു കിട്ടി. എന്നിട്ട് പോലും ഈ വീട്ടിലെ ജോലി ചെയ്തപ്പോൾ അമ്മയ്ക്ക് സഹിക്കാനാവുന്നില്ല. അപ്പം ആ പാവം ചേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആൻറ്റി നാലോചിച്ച് നോക്കി. അല്ല, ഞാൻ ആൻറ്റിയെ കുറ്റപ്പെടുത്തുകയല്ല, എങ്കിലും ആൻറ്റി ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എന്തുമാത്രം ജോലിയായിരിക്കും ആ പാവം ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ആ ചേച്ചിക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഒന്നുമില്ല. ആൻറ്റി മനസ്സറിഞ്ഞ് ആ പാവത്തിനെ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയാണ്, അതെ ഞാനത് പറയാനിരിക്കുകയായിരുന്നു. അമ്മയ്ക്കാണെങ്കിലോ ഒരു തരി പോലും ആ ചേച്ചിയൊരു ഇഷ്ടമില്ല. അതിന് കാരണം കാശില്ലാത്തതുകൊണ്ടല്ലേ. അമ്മേ, കാശിലൊന്നുമല്ല കാര്യം, പെരുമാറ്റത്തിലും ഗുണത്തിലുമാണ് കാര്യം എന്ന് പറയാണ്. അമ്മ കാശുകാരി എന്നവരെ സ്നേഹിക്കുന്ന ആ ശ്രുതിച്ചൊരു സ്വഭാവം എന്ത് സ്വഭാവം എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. രാവിലെ അമ്മയുടെ മുഖത്ത് അവര് കഥ കൊട്ടിയടച്ചില്ലേ, അതുപോലെ രാവിലെ തന്നെ ആഹാരം കഴിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തില്ലേ. ഇനി വരുമ്പോൾ കണ്ടോണം, അവർ കഴിച്ചിട്ടായിരിക്കും കയറി വരിക എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതിയും കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും
നമ്മുടെ അവൾ ചോദിക്കുന്നുണ്ട്, എന്താടി ഇന്ന് കഴിച്ചിട്ടല്ലേ വന്നത്? ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ ഞങ്ങൾ വന്നത് ഫ്രഷൊക്കെ ആയിട്ട് പുറത്തുനിന്ന് ചുറ്റാനൊക്കെ പോകാൻ ആലോചിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ഷേക്കൊക്കെ പോയിട്ട് കുറേ കാലമായില്ലേ, അങ്ങനെ പോയിട്ട് അവിടുന്ന് കഴിച്ചിരുന്ന പ്ലാൻ ചെയ്തേ അല്ല ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുറിയിലേക്ക് പോവാണ്. വർഷ പറയുന്നുണ്ട്, കണ്ടോ ആൻറ്റി, ആരുടെ പ്രിയപ്പെട്ട മരുമകളുടെ മകന്റെ സ്വഭാവം കണ്ടില്ലേ? ഇങ്ങനെ വല്ലതും ആണ് രേവ ചേച്ചി? ചേച്ചി എന്തെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇവിടെ വന്ന് വൈകിട്ട് എല്ലാവർക്കും ആഹാരമൊക്കെ പാചകം ചെയ്ത് വെക്കാറല്ലേ ആ പാവം ചെയ്യാറ് എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ട് ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ശരി അമ്മയോട് നമ്മുടെ ശ്രുതി ചേച്ചിക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? ടെസ്റ്റ് ചെയ്യാനോ? എങ്ങനെ? അതിപ്പോ ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരുമല്ലോ, തിരിച്ചൊരു സിനിമയ്ക്ക് പോകാൻ വരുമല്ലോ. ആ സമയത്ത് അമ്മ പറയണം, അമ്മ ഒത്തിരി കാലമായി സിനിമ കണ്ടിട്ട് അമ്മയെ കൂടെ ഒന്ന് കൊണ്ടുപോകുമെന്ന്. അപ്പോൾ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് കാണാം. അമ്മയെ സ്നേഹത്തോടെ കൊണ്ടുപോവാണെങ്കിൽ അമ്മേനെ അവർക്ക് ഇഷ്ടമുണ്ട്, അതല്ലെങ്കിൽ മുടക്കാൻ പറഞ്ഞാല് ഇഷ്ടമില്ല. അമ്മ സമ്മതിച്ചോ? അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്താടായി പറഞ്ഞത്? അതെ, എൻ്റെ മോന ശ്രുതിക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാ. അവൻ എന്നെയും കൊണ്ട് ഞാൻ പറഞ്ഞാല് പോവാതിരിക്കില്ല. പിന്നെ ശ്രുതിമോളും ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ഉള്ളൂ. എന്നോട് ഭയങ്കര കാര്യമാണ്. അവർ പോകുമ്പം എന്നെ കൂടെ കൊണ്ടുവന്നതിനെ അവർക്ക് ഒരു മടിയില്ല എന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട്, അതൊക്കെ ഇപ്പൊ വരുമ്പോ കാണാം ആൻറ്റി, നമുക്ക് ചോദിച്ചു നോക്കാം എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. ഒരുങ്ങി ഇറങ്ങി വരുമ്പോഴേക്കും മക്കളെ പോകാൻ റെഡിയായോ എന്ന് ചോദിക്കാണ്. അതെ ആൻറ്റി, ഞങ്ങൾ എന്തായാലും ഇനി ഒത്തിരി രാത്രിയാവാൻ വരുമ്പം ഞങ്ങൾ വരുമ്പം ഫോൺ വിളിക്കാം, അപ്പോൾ ഡോറ് തുറന്നാൽ മതി കേട്ടോ എന്ന് പറയാണ്. അത് മോളെ, ഞാൻ ഒരുപാട് കാലമായി ഒരു സിനിമയൊക്കെ കണ്ടിട്ട്. രവീടിനോടില്ലല്ലോ, പുറത്തൊക്കെ പോയിട്ടും കുറെ കാലമായി. ഇതിനകത്തിരുന്ന് ബോറടിച്ചു, ഞാനിവിടെ ഞങ്ങളുടെ കൂടെ വരട്ടെ എന്ന് ചോദിക്കാണ്. ആൻറ്റി എന്ന് വിടുത്താ പറഞ്ഞേ, ഞാനും സുധിയും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ആൻറ്റിയെ കൂടെ കൊണ്ടുപോകുന്ന നാണക്കേടല്ലേ എന്ന് ചോദിക്കാണ്. അതിനെന്താ മോളെ, ഞാനും നിങ്ങളുടെ അമ്മയെ പോലെ നിങ്ങളുടെ അമ്മയല്ലേ? നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കൂടെ നിന്ന് സിനിമ കാണുന്നതിന് ഇപ്പം എന്താ പ്രശ്നം? നിങ്ങളെല്ലാത്തിപ്പോഴെല്ലാം പുറത്ത് പോകുന്നുണ്ടല്ലോ, ഒരു ദിവസം എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോയാല് എനിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു തന്നാല് എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്. ആൻറ്റി, അതൊന്നും നടപ്പുള്ള കാര്യമില്ല. ഞങ്ങൾക്ക് വേറെ കുറെ പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് സിനിമയ്ക്ക് പോകണം, ഫുഡ് കഴിക്കണം, പിന്നെ ഞങ്ങൾക്ക് കുറെ ക്ലയൻസിനെയൊക്കെ കാണാനുണ്ട് എന്നൊക്കെ കള്ളം പറയണ്ടോ ശ്രുതി? അല്ല മോളെ, ഞാന് വണ്ടിക്കകത്തിരുന്നോളാം. ഈ ആനയോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്തിനാ ഞങ്ങളുടെ പ്രൈവസിക്കകത്ത് കയറുന്നത്? അങ്ങനെ ഞങ്ങളോട് ആരും വരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പോയിട്ട് വരണം. വെറുതെ ഓരോ കാര്യം പറഞ്ഞ് പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സൊക്കെ മടുപ്പിക്കും. അപ്പോഴേക്കും ശ്രുതിയോട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അല്ലടാ നിന്റെ അഭിപ്രായം എന്താ? എന്നെ കൊണ്ട് പോവാന് നിങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടോ? അത് പിന്നമ്മേ, ശ്രുതി പറഞ്ഞത് കേട്ടില്ലേ, ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. ഈ സമയത്ത് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യാ? എന്തായാലും അമ്മയെ പിന്നീട് ഒരു ദിവസം കൊണ്ടുപോട്ടോ. ഇന്നെന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടാമേ എന്നും പറഞ്ഞിട്ട് അവരിറങ്ങാണ്. ചന്ദ്രയ്ക്ക് അത് നന്നായിട്ട് ഫീൽ അടിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചോദിക്കുകയാണ്, അല്ല ആൻറ്റി ഇപ്പൊ എങ്ങനെയുണ്ട്? ഞങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പൊ അവരുടെ സ്നേഹം നിങ്ങൾ കണ്ടില്ലേ? ആൻറ്റി അല്ലേ കുറച്ചേരം മുമ്പേ എന്നോട് ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായല്ലോ അവരുടെ സ്വഭാവം എന്താണെന്ന്. ഇതേപോലും ഒരു ദിവസം രേവതി ചേച്ചിയും അതുപോലെ തന്നെ സച്ചേരിയുടെ പുറത്തിറങ്ങുമ്പോഴേ ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ തന്നെ അവർ പൊന്നു പോലെ ഞങ്ങളെ കൊണ്ടുവന്നത് കാണാം എന്ന് പറയാണ് കേട്ടോ. ഇന്ന് തന്നെ പോയപ്പോ എല്ലാവരോടും അവർ ചോദിച്ചത് കേട്ടില്ലേ, യാത്ര പോകാൻ നേരം വരുന്നോ എന്ന്. അതാണ് അവരുടെ നല്ല മനസ്സ്. എന്തായാലും അവരിന്ന് പോയതല്ലേ ഉള്ളൂ. 3-4 ദിവസം കഴിയുമ്പോഴേക്കും അവർ വരാറാകുമ്പോഴേക്കും ഞങ്ങളും ഒരു ദിവസം ലീവ് എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അമ്മയ്ക്ക് വരുന്നെങ്കിൽ വരാം എന്നും പറഞ്ഞ് അവരോട് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ 3-4 ദിവസം കടന്നു പോകുന്നുണ്ട്. സച്ചിയും രേവതിയും അച്ഛമ്മയൊക്കെ അവിടെ വളരെ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ പതിയെ നമ്മുടെ രേവതിയുടെ കാലൊക്കെ ഒന്ന് ശരിയാകുന്നുണ്ട്. വീൽ ചെയർ ഇല്ലാതെ പതിയെ നടക്കാനൊക്കെ രേവതി തുടങ്ങി കേട്ടോ. ഇവിടെയാണെങ്കിലോ നമ്മുടെ ചന്ദ്രൻ പണിയെടുത്ത് നടുപൊടിയാറായി. ശ്രുതിയാണെങ്കിൽ ഒന്നും ചെയ്യില്ല. വർഷയാണെങ്കിൽ പിന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ വരുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ നാളെ വരുമെന്ന് വിളിച്ച് പറയാണ്. ഈ സമയത്താണെങ്കിൽ വർഷയാണെങ്കിൽ ശ്രീകാന്തിനോട് നമുക്ക് പോകാമെന്ന് പറയാൻ കേട്ടോ. അവരങ്ങനെ ലീവൊക്കെ എടുത്തിട്ട് വണ്ടി വിളിക്കുകയാണ്. ഈ സമയത്ത് ചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ ഞങ്ങൾ നാട്ടിലേക്ക് പോവാ, അമ്മ വരുന്നുണ്ടോ? നാളെ തന്നെ തിരിച്ചു വരാം, അല്ലെങ്കിൽ നാളെ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് വരാം എന്ന് പറയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും ഞാനും വരാം. ഇവിടെ ഇരുന്നാലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ, രാത്രിയിലാവും ശ്രുതിയൊക്കെ വരുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറയാണ്.
അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രീകാന്ത് ചോദിക്കാണ്, ഞങ്ങൾ ഇന്നപോലെ ഇന്ന് വൈകുന്നേരം അച്ഛമ്മയുടെ നാട്ടിലേക്ക് പോകാൻ നേരത്തിരിക്കുകയാണ്, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ശ്രുതി പറയുന്നുണ്ട്, ഞങ്ങളങ്ങ് വരുന്നില്ല, നാളെ ഒരു ദിവസമൊക്കെ ഷോപ്പ് അടച്ചിടാന്ന് പറഞ്ഞാലേ നടപ്പുള്ള കാര്യമല്ല എന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, അതെ നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങളങ്ങ് വരുന്നില്ല എന്നും പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ എന്തായാലും അമ്മയ്ക്കുള്ളതൊക്കെ അമ്മ റെഡിയാക്കിക്കോ, വൈകുന്നേരം നമുക്ക് പോകാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ശ്രീകാന്തും വർഷയും ചന്ദ്രയും കൂടിയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടുന്ന് വണ്ടി തിരിക്കുന്നുണ്ട്. രാത്രിയിലാകുമ്പോഴേക്കും ശ്രുതിയും വീട്ടിലേക്ക് വന്ന് കയറാം കേട്ടോ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, സമാധാനമായി, ആരുമില്ലാതെ ഈ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ എന്തൊരു ആശ്വാസമല്ലേ എന്ന് പറയാണ്. അല്ല അമ്മ അടുക്കളയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് നീ നോക്കി എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഒരു സാധനം ഇല്ല കേട്ടോ. ശ്രുതി പറയാണ്, എൻ്റെ ശ്രുതിയേട്ടാ ഇവിടെ ഒരു സാധനം ഇല്ല, നോക്കിക്കേ എല്ലാം അമ്മ വടിച്ച് കഴുകി വെച്ചിട്ടാ പോയത്, ദുഷ്ടത്തി എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ശ്രുതി എന്ന് ചോദിക്കാണ്. എന്ത് ചെയ്യാനാ, നമുക്ക് ഹോട്ടലിലേക്ക് പോയി എല്ലാം കഴിക്കാം. എൻ്റെ ശ്രുതി നീ ഇച്ചിരി കഞ്ഞിയും വെച്ച് എന്തെങ്കിലും ഉണ്ടാക്ക്. ഞാൻ ഉണ്ടാക്കാനോ? ഇത്ര നേരം കഷ്ടപ്പെട്ട് ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇനി ഉണ്ടാക്കാൻ പോവാണോ? എന്നെ കൊണ്ടങ്ങ് വയ്യ, വേണമെങ്കിൽ നീ കയറി ഉണ്ടാക്ക് എന്ന് പറയാണ്. വേണ്ട നമുക്ക് കടയിൽ തന്നെ പോയി കഴിക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും കടയിൽ പോയി കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി രണ്ടുപേരും ഉറങ്ങാനായിട്ടൊക്കെ കിടക്കാണ്. പക്ഷെ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാവരും ഉള്ളപ്പോൾ ആ ഒരു ഭയം അറിയില്ലല്ലോ. അത് നമ്മുടെ വീട്ടിലാണെങ്കിലും അങ്ങനെയല്ലേ, എല്ലാവരും ഉള്ളപ്പോൾ നമുക്കൊരു പേടിയും തോന്നില്ല. പക്ഷേ ഇനി വീട്ടിൽ മറ്റാരില്ലാത്തപ്പോൾ നമുക്കൊരു പ്രത്യേകമായിട്ടൊരു ഒരു പേടിയുടെ ഒരു ഫീലിംഗ് തോന്നുമല്ലോ. അതുപോലെ തന്നെ അവന് തോന്നുകയാണ്. ശ്രുതി എഴുന്നേക്ക് ശ്രുതി, നീ ഒരു സൗണ്ട് കേട്ടോ. എന്ത് സൗണ്ട്? നിനക്ക് എന്താ ശ്രുതി? ശ്രുതി കിടന്ന് ഉറങ്ങ്. അല്ല ശ്രുതി ഞാനിവിടെ എന്തോ ഒരു സൗണ്ട് കേട്ടോ കേട്ടോ എന്ന് പറയാണ്. ഞാനൊന്നും കേട്ടില്ല, നിനക്കതൊക്കെ തോന്നുന്നതായിരിക്കും, ഒന്നും മിണ്ടായി കിടന്ന് ഉറങ്ങോ എന്നും ചോദിച്ച് ശ്രുതി നല്ല ഉറക്കമായിരിക്കും കേട്ടോ. ശ്രുതിക്കാണെങ്കിലോ ഉറക്കവും വരുന്നില്ല. ശ്രുതിയാണെങ്കിൽ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടക്കാം കേട്ടോ. എന്നിട്ട് എന്തൊക്കെയോ അനക്കൊക്കെ തോന്നുന്നു. എല്ലാവരും ഉള്ളത് നല്ലത്, അവരോടങ്ങ് പോയാൽ മതിയായിരുന്നു. ഇവളാണെങ്കിലോ പോത്ത് പോലെ കിടന്ന് ഉറങ്ങാ. എൻ്റെ ഈശ്വര, ഈ രാത്രിയിൽ ഇനി പ്രേതങ്ങളാണ് വരുമോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി എഴുന്നേറ്റ്, എന്താ ശ്രുതി ഇത്, ആ ലൈറ്റ് ഓഫാക്കി ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്, നാളെ ഓഫീസിലേക്ക് പോകേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കാണ്. പേടിച്ച് ശ്രുതി അവിടെ കയറി കിടക്കുന്നുണ്ടെങ്കിലും ശ്രുതി കയറി കിടന്ന് ഉറങ്ങിപ്പോവാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അച്ഛമ്മയുടെ വീട്ടിൽ ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാണ്. വർഷയാണെങ്കിലും ചന്ദ്രയാണെങ്കിലും നല്ലതായിട്ട് ഹാപ്പിയാണ് കേട്ടോ. കാരണം ഇത്രയും ദിവസമായിട്ട് അവിടെ പണിയെടുത്ത് നടുവൊടിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അച്ഛമ്മയ്ക്ക് അവിടെ ഹെൽപ്പറുണ്ട്, ബാക്കി എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് ജോലിഭാരം കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടിയത് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവാം കേട്ടോ. രാവിലെ എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. പോയിട്ട് തിരികെ വരികയാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, എന്തായാലും രേവതിയുടെ കാലിനിപ്പോൾ ഇച്ചിരി ആശ്വാസമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഇപ്പോൾ. ആഹാ, അത് കൊള്ളാലോ, അച്ഛമ്മ വരുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതല്ല മോള് കണ്ടതല്ലേ, ആ പറമ്പിലത്തെ തേങ്ങാക്കി ഇടിക്കാറായി, അത് ഈ ആഴ്ച തന്നെ കയറ്റി വെച്ചില്ലെങ്കിൽ നമുക്ക് നല്ല നഷ്ടമാവും എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാ അത് കഴിഞ്ഞോടനെ അച്ഛമ്മ ഞങ്ങൾ വരും, ഒരാഴ്ച കൂടി സമയം എന്താ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്രയുടെ അച്ഛമ്മ പറയുന്നുണ്ട്, ചന്ദ്രേ ഞാൻ പ്രത്യേക ഒരു കാര്യം പറഞ്ഞേക്കാം, മോളുടെ കാലിന് ചെറുതായിട്ടൊന്ന് കുറവായതേ ഉള്ളൂ, അവൾക്ക് ജോലിയൊന്നും ചെയ്യാറായിട്ടില്ല, എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ സുഖമായിരിക്കും നിനക്കിട്ട്, ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരും, നീ എങ്ങാനും ജോലി ഏൽപ്പിച്ചെന്ന് അറിഞ്ഞാലേ നിന്നെ അടിച്ച് ശരിയാക്കാൻ ഞാൻ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇല്ല ഞാൻ തന്നെയല്ല ജോലിയും ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അത് ഓർമ്മ വേണം, മോളുടെ കാലൊക്കെ ഒന്ന് ശരിയായി മോൾ ഓടിച്ചേടി നടക്കാൻ എന്നാണോ തുടങ്ങുന്നത് അന്നേ അവള് ജോലി ചെയ്യുള്ളൂ, ഇനി കേട്ടോ പറഞ്ഞത് എന്ന് ചോദിക്കാണ്. അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടൊന്ന് എല്ലാവരും അന്നുണ്ടാക്കിയ സദ്യയൊക്കെ കഴിക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും മനസ്സൊന്നും വയറ് നിറഞ്ഞ് ആഹാരമെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ പോകാനൊക്കെ ആയിട്ട് റെഡിയാവാണ്. ഈ സമയത്ത് അച്ഛമ്മയാണെങ്കിൽ വർഷേനെയും രേവതിനെയും അങ്ങോട്ട് വിളിക്കുകയാണ്. എല്ലാവരും ഹാളിൽ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛമ്മേ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. രണ്ടുപേർക്കും ഞാനൊരു സമ്മാനം കരുതിയിട്ടുണ്ട്, ഇങ്ങോട്ട് വരുന്ന മരുമക്കൾ ആരാണോ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ കരുതി വെച്ച സമ്മാനമാണ് എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അതെന്താമേ എനിക്കില്ലെന്ന് ചോദിക്കുമ്പം ഇതൊക്കെ നിനക്ക് പണ്ടേ നൽകിയിട്ടുള്ളതാ, ഇപ്പോൾ എന്നെ ചെറുമരുമക്കൊള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ആ ശ്രുതിയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അവൾ വന്നില്ലല്ലോ, അതുകൊണ്ട് അവൾക്ക് ഇതിനുള്ള യോഗം ഇല്ലെന്ന് കരുതിയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ അച്ഛമ്മ ഒരു ആമഴപ്പെട്ടിന്ന് ഒരു വലിയൊരു മാലയെടുത്ത് വർഷയ്ക്ക് കൊടുക്കാണ്. മോളെ, ഇതെന്റെ മുതുമുത്തശ്ശിയുടെയാ, നല്ല പഴക്കമുള്ള മാലയായത്. നല്ല തൂക്കം വരും. തൂക്കമല്ല, ഇതിന്റെ പഴമയാണ് പ്രധാനം. ഇത് പരമ്പരാഗതമായ സ്വത്താണ്, മോളിത് കളയരുത് എന്ന് പറയുന്നുണ്ട്. അയ്യോ ഇല്ല മുത്തശ്ശി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ സ്വർണ്ണം ഉപയോഗിക്കാറില്ല, പക്ഷെ ഇത് പൊന്നുപോലെ സൂക്ഷിച്ചു വെക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയാണ്, ദാ ഇതിനകത്തുള്ള ബാക്കി സ്വർണ്ണമൊക്കെ എന്റെ രേവതി മോൾക്കുള്ളതാണ് എന്ന് പറയുമ്പോഴേക്കും രേവതി സച്ചിയെ നോക്കാം കേട്ടോ. സച്ചി പറയുന്നുണ്ട്, അച്ഛമ്മേ, അന്ന് അച്ഛമ്മ കൊടുത്ത സ്വർണവും അച്ഛൻ കൊടുത്ത സ്വർണമൊക്കെ ഈ അമ്മ അന്ന് വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കി മേടിച്ചപ്പോൾ അവളത് തിരിച്ചു കൊടുത്തതാ. എന്നിട്ട് അവൾ പറഞ്ഞു, ഇനി സച്ചിയുടെ മേടിക്കുന്ന ആഭരണങ്ങൾ മാത്രമേ ഞാൻ ഇടുകയുള്ളെന്ന്. അതുകൊണ്ട് ഇപ്പോൾ അവളൊന്നും ഇടാത്തത് ശബ്ദം ചെയ്തിരിക്കുക അവള് എന്ന് പറയാണ്. അതൊക്കെ എനിക്ക് മനസ്സിലാവും, ഇത് നിനക്ക് ഇടാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ഞാൻ വർഷയ്ക്ക് കൊടുത്ത പോലെ തന്നെ പരമ്പരാഗതമായ സ്വത്ത് നിനക്ക് ഞാൻ കൈമാറാണ്. ഈ അച്ഛമ്മ ഇനി എത്ര കാലം ജീവനോടൊന്നും കാണുമെന്നൊന്നും അറിയില്ലല്ലോ. സ്വത്തുക്കളൊക്കെ മക്കളെ മരുമക്കളെയൊക്കെ ഏൽപ്പിക്കേണ്ടേ, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. എന്താ അച്ഛമ്മേ ഇങ്ങനെയൊക്കെ പറഞ്ഞു ചോദിക്കുമ്പം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്തു വെക്കണ്ടേ മോളെ എന്ന് ചോദിക്കാണ്. ഇവിടുത്തെ സ്വത്തിൻ്റെയും കാര്യങ്ങളുടെ കാര്യത്തിലൊക്കെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതൊക്കെ വഴിയെ ഞാൻ അറിയിക്കാം. ദാ ഈ ആമടപ്പെട്ടി നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രേവതിക്ക് കൊടുക്കുന്നുണ്ട്. വർഷയോട് ചോദിക്കാണ്, വർഷമോളെ, നിനക്കതില് എന്തെങ്കിലും എതിർപ്പുണ്ടോ? എനിക്ക് ഒരു എതിർപ്പും ഇല്ല അച്ഛമ്മേ. എന്തുകൊണ്ടും രേവതിക്ക് തന്നെയാ അതിന് യോഗ്യതയുള്ളത്. ഞങ്ങൾക്ക് ആർക്കുമല്ല. അത് ചേച്ചി ഇല്ലാത്ത കുറച്ച് ദിവസം കൊണ്ടേ ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്. ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനും ആ കുടുംബം നോക്കാനും കഴിവുള്ള ഒരാള് ചേച്ചി മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ രേവതി തുറന്നു നോക്കുമ്പം അതിനകത്ത് പരമ്പരാഗതമായ ആഭരണങ്ങളൊക്കെയാണ് കേട്ടോ. അച്ഛമ്മയുടെ ഒരുപാട് പഴക്കമുള്ള ആഭരണങ്ങളാണ്. അച്ഛമ്മയുടെ മുതുമുത്തശ്ശിയുടെ ഒക്കെ ആഭരണങ്ങളാണ് കേട്ടോ. മാലയും വളയും അതുപോലെ ഈ അരപ്പട്ട അങ്ങനെ കൊലുസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ട് കേട്ടോ. നല്ല ഭയങ്കര വില കൂടിയ ആഭരണങ്ങളാണ് അതെല്ലാം നമ്മുടെ രേവതിക്ക് കൊടുക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ, ഇത് പരമ്പരാഗതമായ സ്വത്താണെന്ന് പറഞ്ഞ് മോളങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കൈമാറി ഇങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്നിട്ട് യാതൊരു പ്രയോജനമില്ല. ഇത് പുറത്തേക്ക് ഇറക്കി കാര്യങ്ങൾ നടത്തുമ്പോഴാണ് ഇതിനൊരു മൂല്യം ഉണ്ടാകുന്നത്. മോക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിലേതെങ്കിലും ഒന്നെടുത്ത് മോള് എൻ്റെ ഓർമ്മയ്ക്കേട്ട് വെച്ചാൽ മതി. ബാക്കിയെല്ലാം മോളുടെ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കണം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ രേവതിക്ക് അതെല്ലാം കിട്ടി ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മയുടെ യാത്ര പറഞ്ഞ് ഇവരെല്ലാവരും തിരിച്ച് ചന്ദ്രോദയത്തിലേക്ക് ചെല്ലുന്നുണ്ട്. ചെല്ലുമ്പോഴേക്കും രാത്രി ആവുന്നുണ്ട് കേട്ടോ. അച്ഛമ്മയാണെങ്കിൽ ഇവർക്ക് പൊതി കെട്ടി ആഹാരമെല്ലാം കൊടുത്താണ് വിടുന്നത്, വീട്ടിൽ പോയിട്ട് കഴിക്കാനുള്ളത്. അങ്ങനെ രാത്രി വന്ന് കയറുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അവിടെ വന്ന് ഇരിക്കുകയായിരിക്കും കേട്ടോ. രണ്ടുപേരും ഒരു ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് എല്ലാവരും ബാഗ് കൊണ്ടുവന്നിട്ട് സോഫയിൽ ഇങ്ങനെ കിടക്കുകയായിരിക്കും കേട്ടോ മടുത്തിട്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് അച്ഛമ്മ വന്നിട്ട് പൊതി കഴിച്ചിട്ട് കിടക്കാമെന്ന് പറയുമ്പം ശ്രുതി ചോദിക്കുന്നുണ്ട്, അച്ഛമ്മയുടെ പൊതിയോ എനിക്കൂടെ തരുമോ എന്ന് ചോദിക്കുമ്പം, അയ്യോ സോറി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, നിങ്ങൾക്കില്ല കേട്ടോ എന്ന് വർഷ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇവിടെ അച്ഛമ്മ ഞങ്ങൾക്ക് വലിയൊരു സമ്മാനം കൂടി തന്നു എന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട്. സമ്മാനമോ? എന്ത് സമ്മാനം ചോദിക്കാണ്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ശ്രുതിമോള് വരേണ്ടതായിരുന്നു. ശ്രുതിമോ കൂടി വേണ്ടി അച്ഛമ്മ കരുതിയതാ, പക്ഷെ ശ്രുതിമോള് വരാത്തോണ്ട് മാത്രം അത് തന്നില്ല എന്നും പറയുന്നുണ്ട്. എന്ത് സർപ്രൈസാണ് എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും വർഷ തനിക്ക് കിട്ടിയ മാലെടുത്ത് കാണിക്കാണ്. ഇത് കാണുമ്പോഴേക്കും ശ്രുതിയും കൂടി വായും പൊളിച്ച് എഴുന്നേറ്റ് നിൽപ്പുണ്ട് കേട്ടോ. ഇത് സ്വർണ്ണമാണോ എന്ന് ചോദിക്കുമ്പം പിന്നല്ലാതെ അച്ഛമ്മയുടെ പരമ്പരാഗതമായ സ്വത്തായത്. ഇതെത്ര പവനുണ്ടെന്നറിയാവോ? ഭയങ്കര കനമായതിന്. പുലിനകത്തായുടെ ആ ഒരു ഫാഷനിലുള്ള ഒരു മാലയാ, കണ്ടോ എന്ത് ഭംഗിയാന്ന് കണ്ടോ എന്ന് വർഷ ചോദിക്കാണ്. ഇതേ ഇനി എൻ്റെ കയ്യിൽ വേണമെന്ന് പറഞ്ഞ് അച്ഛമ്മ തന്നതാണെന്ന് പറയുന്നുണ്ട്. അല്ല രേവതിക്കപ്പോ എന്ന് തന്നേന്ന് ശ്രുതി ഇങ്ങനെ അസൂയോടെ ചോദിക്കാണ്. സച്ചി പറയുന്നുണ്ട്, അതെ പാർലടത്തെ കാണിക്കാൻ വേണ്ടി തന്നെ എനിക്ക് തിടുക്കമായിരുന്നു എന്നും പറഞ്ഞുണ്ട് ആ ആമാടപ്പെട്ടി പുറത്തെടുക്കുകയാണ്. എന്നിട്ട് ആ തുറന്നു കാണിക്കുമ്പോഴേക്കും കണ്ണ് രണ്ടും തള്ളി നിൽക്കുകയാണ് കേട്ടോ. ശ്രുതിയും കൂടെ കൂടിയിട്ട് ശ്രുതി പറയാണ്, ഇത് വല്ല മുക്കുകൊണ്ടായിരിക്കും. രവി പറയുന്നുണ്ട്, ഒന്ന് പോടാ, അച്ഛമ്മയുടെ കയ്യിലെ ഇതുപോലെ കുറേ ഉണ്ട്. അച്ഛമ്മയുടെ മുതുമുത്തശ്ശിമാർ ഉപയോഗിച്ചിരുന്ന സ്വർണങ്ങളായതൊക്കെ ഭദ്രമാക്കി ഇങ്ങനെ മക്കളുടെ മക്കൾക്കും
മരുമക്കൊക്കെ അവരിങ്ങനെ കൊടുത്തു പോരുന്നതാ. നിന്റെ അമ്മയ്ക്കും പണ്ട് ഇതുപോലെ കൊടുത്തതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി പറയാണ്, അല്ല ഇത് മൊത്തവും കൂടി 19 പവൻ കാണുമല്ലോ അമ്മേ. 19 അല്ലടാ, ഇനി അതിൽ കൂടുതലും വരും. ഓ, രേവതിയുടെ ഒരു ഭാഗ്യം എന്ന് പറയാൻ കേട്ടോ സച്ചിവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. ശ്രുതി പറയുന്നുണ്ട്, അല്ല രേവതി എന്ന് പറഞ്ഞിരുന്നല്ലോ തന്റെ ഭർത്താവ് അധ്വാനിക്കുന്ന കാശുണ്ടാക്കുന്ന സ്വർണം മാത്രമേ താൻ അണിയുള്ളെന്നൊക്കെ, എന്നിട്ടിപ്പോ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോ അവള് പറയുന്നുണ്ട്, ഞാന് ഇപ്പോഴും അങ്ങനെ പറഞ്ഞത് ഇതേ എനിക്ക് അണിയാനല്ല, എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിറ്റോളാനോ പണയം വെച്ചോളാനൊക്കെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തായാലും ഞാൻ അങ്ങനെ വിൽക്കത്തൊന്നുമില്ല, പണയം വെക്കുമായിരിക്കും ഞങ്ങളുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. എന്നിട്ടേ ഇത് ഭദ്രമാക്കി ഞാൻ സൂക്ഷിച്ചു വെക്കും. ഈ വീട്ടില് വരാൻ പോകുന്ന വരും തലമുറകൾക്കൊക്കെ ഞാനിത് കൈമാറും അച്ഛമ്മയെ പോലെ എന്ന് അവള് പറയാൻ കേട്ടോ. വർഷ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി ചോദിക്കാണ്, അല്ല വർഷേ, രേവതിക്ക് ഇത്രയും കൊടുത്തല്ലോ, നിനക്ക് ആ ഒരു മാലയിലേ കിട്ടിയുള്ളൂ. അപ്പോ വർഷ പറയുന്നുണ്ട്, അതില് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ചേച്ചി. കാരണം രേവതി ചേച്ചിയാ ഈ വീട് മുമ്പോട്ട് നയിക്കുന്ന ഒരാള് തന്നെ. ചേച്ചി ഇല്ല ഞാൻ അത്രയും ദിവസം എന്താണ് സംഭവിച്ചെന്ന് എല്ലാവർക്കും മനസ്സിലായതല്ലേ. ചേച്ചി വീടിന് നെടുന്തൂണ്, അതുകൊണ്ട് ഇതെല്ലാം അവകാശപ്പെട്ടത് ചേച്ചിക്ക് തന്നെയാ. പിന്നെ അച്ഛമ്മ സ്നേഹത്തോടെ എനിക്കൊരു മുട്ടുകാമൽ എന്നാൽ പോലും എനിക്കത് സന്തോഷമാണ് എന്നും പറഞ്ഞുകൊണ്ട് അവള് അവിടുന്ന് പോയി പൊതിച്ചോറെല്ലാം എടുത്തുകൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടിട്ട് ആകെപ്പാടെ വണ്ടറടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയും കൂടെ കൂടിയിട്ട്. അങ്ങനെ സ്വർണ്ണം എല്ലായിടത്തും മാറ്റി വെച്ചിട്ട് എല്ലാവരുടെ ആഹാരം കഴിക്കുകയാണ്. ശ്രുതിയും ഇത് നോക്കിയിരുന്ന് വെള്ളം ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെ നിങ്ങൾക്ക് ആ ചിന്തയില്ലായിരിക്കും, പക്ഷെ രേവതിക്ക് അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് 2 പേർ കൂടി വേണ്ടി അവൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്, എന്നാ കഴിക്ക് എന്ന് പറഞ്ഞ് ഇവർക്ക് ഡ്രിങ്ക് കൊടുക്കാം കേട്ടോ. 2 പേരും ഒരു എഗ് ഓംലെറ്റ് ഒക്കെ അടിച്ചുകൊണ്ടിരുന്നോണ്ട് തന്നെ നല്ല വിശപ്പായിരിക്കും. 2 പേരും ആക്രാന്ത മുഖത്ത് വാരി വലിച്ച് അത് കഴിക്കാം കേട്ടോ. സച്ചി പറയുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായല്ലോ അവൾ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും ശ്രുതി എന്ന് പറയാണ്. അങ്ങനെ രാത്രിയില് എല്ലാരും കിടക്കാനായിട്ട് ഇങ്ങനെ മുറിയിലൂടെയൊക്കെ പോവായിരിക്കും. ശ്രുതിക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ഹാളിലാണല്ലോ കിടക്ക്. ആ സമയത്ത് ശ്രുതി പറയാണ്, ഷോ നമുക്കൂടെ പോകേണ്ടതാന്നല്ലേ ശ്രുതി. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, നീ അല്ലേ പറഞ്ഞത് പോവണ്ടാന്ന്. ഞാൻ പറഞ്ഞതല്ലേ ഒരു ദിവസം അവധി എടുത്തുനിന്ന് കറങ്ങാനൊക്കെ പോവാന്ന്. നീ കാരണമല്ലേ, അല്ലെങ്കിൽ വർഷയ്ക്ക് കിട്ടിയതിലൊരു മാലയെങ്കിലും നമുക്ക് കിട്ടിയേനെ. 10-20 പവൻ സ്വർണം വരും ശ്രുതി, അത് ഭയങ്കര പഴക്കം ചെന്ന സ്വർണ്ണമാ, എന്ത് വില കിട്ടുമെന്നറിയോ അതിനൊക്കെ എന്ന് പറയാണ്. ഇനിയിപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞുപോയി, ഇനി എങ്ങനെയും അച്ഛനെ വളച്ചൊടിച്ച് നമുക്ക് സ്വർണ്ണമൊക്കെ മേടിച്ചെടുക്കണം എന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, അത് മാത്രമല്ല അച്ചമ്മയ്ക്ക് ഇഷ്ടംപോലെ സ്വത്തുക്കളാ. ആ പറമ്പും പാടവും ആ വീടും സ്ഥലവും എല്ലാം അച്ചമ്മയുടെ പേരിലാ. ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട്. അച്ചമ്മയ്ക്ക് പരമ്പരാഗതമായി കിട്ടിയ സ്വത്തുക്കളതല്ല, അതിന്റെ കുറച്ചൊക്കെ അച്ഛന് കൊടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം വീതം വെക്കാനായിട്ടൊക്കെ കിടക്കുന്നതാ. അതെ ശ്രുതി, ഇപ്പൊ കോടിക്കണക്കിന് രൂപ വരും അതിനൊക്കെ എന്ന് പറയാണ്. അതപ്പോ തുല്യമായിട്ട് വീതിക്കുമായിരിക്കും അല്ലേ? തുല്യമായിട്ട് വീതിക്കാനോ? എന്റെ പൊന്നു ശ്രുതി, അത് അച്ഛമ്മയുടെ സ്വത്താ. അച്ഛമ്മയുടെ സ്വത്തിന് അവകാശം അച്ഛനാ, അതുകൊണ്ട് അത് എങ്ങനെയായിരിക്കുമെന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും അച്ഛന് കിട്ടുമ്പോ അത് നമുക്കെല്ലാവർക്കും തുല്യമായി വീതിക്കണ്ടേ എന്ന് ചോദിക്കാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്തായാലും പോയത് പോയി, കൈ വന്ന മഹാലക്ഷ്മിയാണല്ലോ തട്ടുതെറിപ്പിച്ച് നീ ദൂരെ കളഞ്ഞത് എന്നും പറഞ്ഞ് വിഷമിച്ച് ശ്രുതി അവിടെ കിടക്കായിരിക്കും. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയാണെങ്കിൽ നനച്ചിരിക്കാത്ത സമയത്ത് അത്രയും വലിയൊരു സ്വർണം, അത്രയും വലിയ തുക തന്നെ അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് കിട്ടാതെ പോയ ആകെപ്പാടെ വിഷമിച്ച് നിൽക്കായിരിക്കും ശ്രുതിയും കൂടിയിട്ട്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നല്ലൊരു നൊസ്റ്റാൾജിക് ഫീൽ ഉണർത്തുന്ന നല്ല കുറച്ച് എപ്പിസോഡായിരുന്നു കേട്ടോ അതൊക്കെ. ഇതുപോലുള്ള എപ്പിസോഡ്സിന് വേണ്ടിയിട്ട്, സ്റ്റോറീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.